ഹലോ. ഫ്രൈക്ക് ഫ്രൈ, അതേപോലെ തന്നെ റോസ്റ്റിന് റോസ്റ്റ്, ഏതായാലും ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ വേണം. ഞാൻ ഇവിടെ കാണിച്ചത് പെട്ടെന്ന് തന്നെ കാണിച്ചു പോയിട്ടുണ്ടേ. അപ്പോൾ അതിൽ ചേർക്കുന്ന സമയത്ത് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമായിട്ട് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇനി ഇടുന്നത് മുളക് പൊടി, അടുത്തതായിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ചിക്കനിലൊക്കെ നല്ലതായിട്ട് പിടിക്കുന്ന രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. അപ്പോൾ കഴുകി വെച്ചതിൻ്റെ ആ ഒരു വെള്ളവും പിന്നെ വെളിച്ചെണ്ണയുടെ ഒക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നന്നായിട്ട് മസാല അതിൽ പിടിക്കട്ടെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക, അടുപ്പ് കത്തിക്കുക, അത് നന്നായിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മോന് വേണ്ടിയിട്ട് 2 കഷ്ണം വറുത്തെടുക്കുകയാണേ. ആ ഒരു സീനും കൂടെ അതിൽ പെട്ടിട്ടുണ്ടേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ ഇത് എന്ത് വെളിച്ചെണ്ണയെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീനും കൂടെ കാണിച്ചിട്ടുള്ളത്. ഒരു 3-4 കഷ്ണം വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വറുത്തെടുത്ത വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾ നേരത്തെ കായം പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കായം പുരട്ടി വെക്കുക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ആ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിയണം. അതുവരെ നമ്മൾ പിന്നെ ഇളക്കാനൊന്നും പാടില്ല. ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇളക്കുകയൊന്നും ചെയ്യേണ്ട. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പരിപാടി നമ്മൾ എന്തായിട്ടും ചെയ്യണേ, അത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, അത് അതിലേക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം എന്നല്ല പറയണത്, 2 ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ്, അതിങ്ങനെ വിതറി കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും ഉണ്ട് അതിൽ. പിന്നെ തക്കാളിയുടെ സീഡ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ആ തോട് ഭാഗം മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അതും അതേപോലെ ഒന്ന് വിതറി കൊടുക്കുക. ഇപ്പോൾ ഇനി നമ്മൾ ഇളക്കൊന്നും വേണ്ട, അടച്ചു വയ്ക്കുക. ഇനി അതിന് ശേഷം 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി മൂടി തുറന്നതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടച്ചിട്ടിട്ട് തന്നെ വേവിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സവാളയും തക്കാളിയും എല്ലാതും ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുക. പിന്നെ നമുക്കിത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ അടി പിടിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ ഈ കാണുന്നത് പോലെ നല്ല ഫ്രൈ ആയതുപോലെ തോന്നും. അപ്പോൾ നമുക്കത് വാങ്ങിയെടുക്കുകയും ചെയ്യാം കേട്ടോ.